വാട്ട് ഇഫ് സീസൺ 3 ഈ ഒരു 3 സീസൺസിൽ വെച്ചിട്ട് ഏറ്റവും പീക്ക് എക്സ്പീരിയൻസ് തന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സീസൺ 1 തന്നെയാണ്. കാരണം സീസൺ 2 ആൻഡ് സീസൺ 3 വാസ് എൻ അട്ടർ ഡിസപ്പോയിന്റ്മെന്റ്. കാരണം എന്തിനായിരുന്നു ഇവർ ഈ 2 സീസൺസ് ഇറക്കിയെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ സീസൺ 2 കണ്ടിട്ടുള്ള കുറെ ശോകം സ്റ്റോറി ലൈൻസും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എപ്പിസോഡ്സും മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ ശോകം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സീസൺ 2. ആൻഡ് അത് തന്നെയാണ് സീസൺ 3 റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് എപ്പിസോഡും അതുപോലെ 6th എപ്പിസോഡായിട്ടുള്ള ഷാങ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ്. ഇത് രണ്ടും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഓഫർ ചെയ്യാനില്ലാത്ത വെറുതെ നനഞ്ഞ പടക്കം പോലത്തെ ഒരു സീസൺ ആയിരുന്നു. ഇതിൽ തന്നെ അവസാനം വാച്ചർ മറ്റുള്ള മൾട്ടിവേഴ്സിലത്തെ ചില പോസിബിലിറ്റീസിനെ കാണിക്കുന്നുണ്ട്. ഗോസ്റ്റ് റൈഡർ, സ്പൈഡർമാൻ, അതുപോലെ താനോസിന്റെ ഒരു വോൾവറിൻ വേർഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഒന്ന് ഒക്കെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഇത്രയും കിഡിലൻ സ്റ്റോറി ലൈനും ക്യാരക്ടേഴ്സിന്റെ പോസിബിലിറ്റീസും ഉണ്ടായിട്ട് ഇതൊക്കെ എന്തുകൊണ്ട് പ്രസന്റ് ചെയ്തില്ല എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആൻഡ് അത് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ തോന്നുക. എന്തിനായിരുന്നു സീസൺ 1 ശേഷം ഇത്രയും ഈ രണ്ടാമത്തെ മൂന്നാമത്തെ സീസൺ ഇറക്കിയെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു പിടിയില്ല. കാരണം ഒരു ആവശ്യമില്ലാത്ത 2 സീസൺസ് ആയിരുന്നു അത്. ആകെ ആ ഒരു സീസൺ 1 വെച്ചിട്ട് വാട്ട് ഇഫ് എന്ന് പറയുന്നത് കൺക്ലൂഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ കാര്യമായിട്ടുള്ളത് ഒന്നും ഓഫർ ചെയ്യാനില്ലാത്തത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സീസൺ 2 അവസാനം ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഒരു ബാറ്റിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് അത് തന്നെയാണ് സീസൺ 3 വരുമ്പോൾ ഉള്ളത്. അതിൽ ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിന് തന്നെ വ്യത്യാസം ഉണ്ടാവും, ബാക്കി എല്ലാം സെയിം തന്നെ. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് മാസ് എന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ച പോലെയാണ് നമുക്ക് മൊത്തത്തിൽ കണ്ടു കഴിയുമ്പോൾ തോന്നുക. അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റോറി പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് പോസിബിലിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഇവർക്ക് പുതിയ സ്റ്റോറി ലൈൻ ഓഫർ ചെയ്യാനുണ്ട്, ഇനിയും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരുപാട് സീസൺസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പെക്ടേഷൻ അവിടെ അല്ലെങ്കിൽ ഒരു ഹോപ്പ് നമുക്ക് തരാനായിട്ട് അവർക്ക് പറ്റുമായിരുന്നു. പക്ഷെ അതിലേക്ക് ഒന്നും പോവാതെ വളരെയധികം ധൃതിപ്പെട്ടിട്ട് അവസാനിപ്പിച്ച പോലുള്ള ഒരു 3rd സീസൺ തന്നെയായിരുന്നു ഓവറോൾ. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളതൊന്നും പിന്നീട് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നില്ല. ഈ 2 എപ്പിസോഡ്സ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല ശോകം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈവൻ സീസൺ 1 തന്നെയാണ് ആ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. കാരണം അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ടോപ്പ് ലെവൽ തന്നെയായിരുന്നു. ആ ഒരു സോംബി എപ്പിസോഡ്, അതുപോലെ ഈവിൾ സ്ട്രേഞ്ച് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ബിൽഡിംഗ്, ആ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് എത്രത്തോളം ടോപ്പ് ലെവലായിരുന്നു എന്നുള്ളത് ആ ഒരു ഫസ്റ്റ് സീസണിൽ നമുക്കറിയാം. ആൻഡ് ആ ഒരു ക്യാരക്ടറിനെ കണ്ടുകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മൂവിക്ക് വേണ്ടി കാത്തിരുന്ന, മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കാത്തിരുന്നിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് അതൊന്നും തന്നെ ഇതിൽ ഓഫർ ചെയ്യാൻ പറ്റാതെ ജസ്റ്റ് എന്തിനോ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ആ ഒരു 3rd സീസൺ തന്നെയായിരുന്നു വാട്ട് ഇഫ്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് 3rd സീസണെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.